ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 14ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും അതുപോലെ തന്നെ റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് 15 വ്യക്തികളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് നൽകാനുള്ളത്. ഒന്നാമത്തെ താരം നിക്കോ ഗോൺസാലസ് ആണ്. പോർട്ടോയുടെ മധ്യനിര താരമായ ഇദ്ദേഹത്തെ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 60 മില്യൺ യൂറോയാണ് ഈ ഒരു മിഡ്ഫീൽഡർക്ക് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ചിലവഴിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും 13 മില്യൺ യൂറോ നിക്കോയുടെ മുൻ ക്ലബ്ബായ FC ബാഴ്സലോണയ്ക്ക് ലഭിക്കും എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. രണ്ടാമത്തെ താരം ടൈറൽ മലാസിയയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ ഇദ്ദേഹം ഹോളണ്ടിലേക്ക് മടങ്ങുകയാണ്. PSV ഐന്തോവനാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. ഇനി മൂന്നാമത്തെ താരം വില്യനാണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. താരത്തിന്റെ മുൻ ക്ലബ്ബായ ഫുൾഹാം തന്നെയാണ് വില്യനെ ഇപ്പോൾ തിരികെ കൊണ്ടുവന്നിട്ടുള്ളത്. നാലാമത്തെ താരം എക്സൽ ഡിസാസിയാണ്. ചെൽസി താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത് ആസ്റ്റൺ വില്ലയാണ്. ലോൺ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കളിക്കുക. അഞ്ചാമത്തെ താരം മത്യാസ് ടെല്ലാണ്. ഒടുവിൽ ഈ താരത്തെ ടോട്ടൻഹാം ഹോട്ട്സ്പർ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ലോണിലാണ് ബയേണിൽ നിന്നും താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. 60 മില്യൺ യൂറോ നൽകിയാൽ സ്ഥിരപ്പെടുത്താനുള്ള ഒരു ഓപ്ഷനും അവർക്കിപ്പോൾ ലഭ്യമാണ്. ആറാമത്തെ താരം ജോവോ ഫെലിക്സ് ആണ്. ചെൽസിയിൽ നിന്നും ഈ താരത്തെ AC മിലാനാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ലോൺ അടിസ്ഥാനത്തിലാണ് ഫെലിക്സ് AC മിലാന് വേണ്ടി കളിക്കുക. ഏഴാമത്തെ താരം നിക്കോളോ ഫാഗിയോളി. യുവന്റസിൽ നിന്നും ഈ താരത്തെ മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബായ ഫിയോറന്റീനയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. എട്ടാമത്തെ താരം അലജാൻഡ്രോ ഗർണാച്ചോയാണ്. അതായത് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളി പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് ഫലം കണ്ടിരുന്നില്ല. കരീം അഡയമയ്ക്ക് വേണ്ടി നാപ്പോളി ശ്രമിച്ചിരുന്നുവെങ്കിലും അതും വിഫലമാവുകയായിരുന്നു. നമുക്കറിയാം, കീച്ച കോരഷ്കേലിയ ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. അതിനൊരു പകരക്കാരനെ എത്തിക്കാൻ സാധിക്കാത്തതിൽ നാപ്പോളിയുടെ പരിശീലകനായ അന്റോണിയോ കോന്റെ ഇപ്പോൾ കടുത്ത നിരാശനാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒൻപതാമത്തേത് പരിശീലകനായ ആഞ്ചലോട്ടിയാണ്. ഈ സീസണിന് ശേഷം കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡിന്റെ പരിശീലക സ്ഥാനം ഒഴിയും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ വളരെയധികം വ്യാപകമാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു സ്ഥാനം ഒഴിഞ്ഞാൽ ഈ പരിശീലകനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇറ്റാലിയൻ ക്ലബ്ബായ റോമ നടത്തിയേക്കും. പത്താമത്തെ താരം നോവ ഒക്കഫോറാണ്. AC മിലാനിൽ നിന്നും ഈ താരത്തെ മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 11ാമത്തെ താരം അൻസു ഫാറ്റിയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഷബാബ് ഒരു ശ്രമം നടത്തിയിരുന്നു. 15 മില്യൺ യൂറോയായിരുന്നു അൽ ഷബാബ് ബാഴ്സക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ അൻസു ഫാറ്റി അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ബാഴ്സയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. 12ാമത്തെ താരം യുവാൻ ബെർണാട്ടാണ്. VRL നിന്നും ഈ താരം ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ ഗെറ്റാഫയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. 13ാമത്തെ താരം പാബ്ലോ ടോറെ. ബാഴ്സയുടെ ഈ ഒരു സ്പാനിഷ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമം പോർട്ടോ നടത്തിയിരുന്നു. പക്ഷെ അത് ഫലം കാണാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. 14ാമത്തെ താരം പ്രിസണൽ കിംബെമ്പെയാണ്. PSG താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി സ്പാനിഷ് ക്ലബ്ബായ സെവിയ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ കിംബെമ്പെ അത് നിരസിക്കുകയായിരുന്നു. PSG തന്നെ തുടരാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഇനി 15ാമത്തെ താരം നിക്കോ പാസ് ആണ്. നിലവിൽ കോമോക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അർജന്റീൻ താരമാണ് നിക്കോ പാസ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആഴ്സണൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ താരത്തെ തിരികെ വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ റയൽ മാഡ്രിഡിന് അവൈലബിൾ ആണ്. അത് അവർ ഉപയോഗപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇന്ന് ഇത്രയും താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നൽകാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.